ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ അവസാന ഭാഗത്ത് ആണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മൂന്ന് സപ്തഗണങ്ങളുടെ വിവരണത്തിന് ശേഷം ദൈവം തിന്മകളുടെ ശക്തികളെ ഉന്മൂലനം ചെയ്ത് തൻ്റെ ജനത്തെ പുതിയ ലോകത്തിലേക്ക് നയിക്കുന്നതിൻ്റെ വിവരണമാണ് ഈ അവസാന ഭാഗത്ത് നമ്മൾ കാണുക. തിന്മകളെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ പല ഘട്ടങ്ങൾ ഇവിടെ വിവരിക്കപ്പെടുന്നു. 17-ാം അധ്യായത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന മഹാവേശ്യയെ അവതരിപ്പിക്കുന്നു. ഈ ആ വേശ്യയുടെ തകർച്ചയിൽ വിലപിക്കുന്ന പല ഗണം ആളുകളെ നമ്മളിവിടെ കാണുന്നു. 18-ാമത്തെ അധ്യായത്തിൽ നാം അതാണ് കാണുന്നത്. രാജാക്കന്മാർ, വ്യാപാരികൾ, നാവികർ ഒക്കെ അവളുടെ തകർച്ചയിൽ വിലപിക്കുന്നതും അലമുറയിടുന്നതും നമ്മൾ കാണുന്നു. അപ്പം അതിൻ്റെ വിവരണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ ഭാഗത്ത് വ്യാപാരികൾ വിലപിക്കുമ്പോൾ തങ്ങളുടെ കച്ചവടച്ചരക്കുകൾ അവർക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഈ വ്യാപാരം വഴി സ്വരുക്കൂട്ടിയ ഈ സമ്പത്തെല്ലാം ഈ ബാബിലോണിൻ്റെ ആ തകർച്ച പോലെ തന്നെ ഇവരുടെ സമ്പത്തെല്ലാം നശിച്ചു പോകും എന്നുള്ള ഭയവും ഇവരെ ഗ്രസിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ സൂചന നമ്മൾ കാണുന്നുണ്ട്. അവൾ നിമിത്തം ധനികരായിത്തീർന്ന വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ കരഞ്ഞും വിലപിച്ചും അകലെ നിൽക്കും. പിന്നീട് ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാനഗരം അത് നശിക്കുന്നത് കണ്ട് കഷ്ടം കഷ്ടം എന്ന് അവർ വിലപിക്കുന്നു. 17-ാമത്തെ വാക്യത്തിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. എന്തെന്നാൽ 1 മണിക്കൂർ കൊണ്ട് ആ സമ്പത്ത് മുഴുവനും ശൂന്യമാക്കപ്പെട്ടു. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ നിന്നു. അവൾ കത്തിയെരിയുന്ന പുക കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട്? അപ്പോൾ നമ്മൾ 3-ാമത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ 3-ാമത്തെ ഗണം ആളുകളെയാണ് ഇവിടെ നമ്മൾ കാണുക. രാജാക്കന്മാർ ഒരു കൂട്ടർ, വ്യാപാരികൾ, പിന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ടവർ, നാവികർ, കപ്പൽ യാത്രക്കാർ, അവരൊക്കെ ഇതിൻ്റെ ഈ ബാബിലോണിൻ്റെ സൗഭാഗ്യത്തിൽ പങ്കു ചേർന്നവരാണ്. അപ്പോൾ ഇവിടെ ഈ ബാബിലോൺ എന്ന് പറയുന്ന ഈ നഗരത്തിന് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഇവരും വിളിച്ചോതുന്നത്. ഇവിടെയൊക്കെ കുമിഞ്ഞു കൂട്ടപ്പെട്ട ആ സമ്പത്തൊക്കെ പെട്ടെന്ന് ഇല്ലാതായിത്തീരും. ദീർഘകാലം കൊണ്ട് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഈ സമ്പത്തൊക്കെ ഒരു നിമിഷം കൊണ്ട് തന്നെ അപ്രത്യക്ഷമാകും എന്ന് പറയുന്നു. ഇവിടെ കടൽ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാവികരും കപ്പൽ യാത്രക്കാരും ഒക്കെയുണ്ട്. ഇനി ഇവരും ഈ സാമ്രാജ്യത്തിൻ്റെ അധാർമിക സമ്പത്തിൽ പങ്കുചേർന്നവരാണ്. ഈ സാമ്രാജ്യത്തോടൊപ്പം ഇവരും ഇല്ലാതാകും എന്ന ഭയം അവരെ ഗ്രസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭയമാണ് പിന്നീട് അവർ പ്രകടിപ്പിക്കുക. 18-ാമത്തെ വാക്യത്തിൽ അവൾ കത്തിയെരിയുന്ന പുക കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട്? അപ്പോൾ ഈ നഗരത്തിൻ്റെ ആ നാശം അവർ സൃഷ്ടിക്കുന്ന ആ വലിയൊരു ഭയം എന്നിട്ട് അവർ വിളിച്ചോതുകയാണ്,
ഇതിന് സമാനമായി വേറെ എന്തുണ്ട്? അപ്പോൾ ഇതിന് ഈ ഒരു പ്രയോഗം നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് തന്നെയാണ്. സമാനമായിട്ടുള്ള ആ ഒരു പ്രയോഗം നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ കണ്ടു. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഈ മൃഗത്തിൻ്റെ ആ വലിയ ശക്തിയും അധികാരവും ഒക്കെ കണ്ടിട്ട് ഈ റോമിലെ പ്രജകളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. ഇനി ഇതിന് എന്നൊക്കെ പഴയ നിയമത്തിൽ വേറെയും അതിന് സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഉള്ള വിവരണം അത് ദൈവത്തെക്കുറിച്ചാണ്. ഉദാഹരണം സങ്കീർത്തനം 35:10, കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അപ്പോൾ അതിന് സമാനമായിട്ടുള്ള പ്രയോഗം തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ യെശയ്യാ 46:5 പറയുന്നുണ്ട്. അവിടെയും ഈ ദൈവത്തിൻ്റെ സർവാധിപത്യം തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അവിടെ പുകഴ്ത്തുന്നത്. അപ്പോൾ ദൈവത്തിന് തുല്യമാണ് ഈ മൃഗവും ഈ സാമ്രാജ്യവും ഒക്കെ എന്ന ഒരു അർത്ഥത്തിലാണ് ഇതൊക്കെ ഇവിടെ ചോദിക്കുക. പക്ഷേ ഇത് ഒരു വൈരുദ്ധ്യാർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? പക്ഷേ ഇപ്പോൾ ഇതാണ് അവളുടെ അവസ്ഥ എന്നിവിടെ പറയുന്നു. ഇനി ഈ നാവികർ കടൽ വ്യാപാരികളൊക്കെ ഇവിടെ വിലപിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം അവരൊക്കെ അന്യദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ വസ്തുക്കളൊക്കെ അത് വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അതിനൊരിടമില്ല, അതിന് മാർക്കറ്റ് തന്നെ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുന്നതാണ് അവർ കാണുക. അപ്പോൾ ഈ കടൽ നാവികരും ഈ വ്യാപാരികളെ പോലെ തന്നെ ഇവിടെ വിലപിക്കുന്നത് ഇവിടെ വിവരിക്കുന്നു. ഇനി 19-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചുകൊണ്ടും വിളിച്ചു പറയുകയും ചെയ്തു. മഹാനഗരമേ കഷ്ടം കഷ്ടം, കടലിൽ കപ്പലുകളുള്ളവരെല്ലാം അവളുടെ സമൃദ്ധി കൊണ്ട് സമ്പന്നരായി, പക്ഷേ 1 മണിക്കൂർ കൊണ്ട് അവൾ ശൂന്യയാക്കപ്പെട്ടു. അപ്പോൾ ഈ അവസ്ഥ, ബാബിലോണിൻ്റെ ഈ അവസ്ഥ അവരിൽ സൃഷ്ടിക്കുന്ന ആ ഒരു ദുഃഖവും വിലാപവും ഒക്കെ ശൂന്യതയും. ഇപ്പോൾ കടൽ വ്യാപാരം അവർക്ക് വലിയ സമ്പത്താണ് കൊണ്ടുവന്ന് കൊടുത്തത്, വലിയ ലാഭം നൽകുന്നതുമൊക്കെയായിരുന്നു. ഈ മഹാനഗരവുമായിട്ടുള്ള ഇടപാടുകൾ വഴിയായിട്ട് മഹാനഗരം മാത്രമല്ല ആർഭാടത്തിൽ മുങ്ങിക്കുളിച്ചത്. ഈ വ്യാപാരികൾ, ഈ കപ്പൽ മുതലാളിമാർ അവരൊക്കെ ഇതിൻ്റെ ഈ സാമ്രാജ്യമായിട്ടുള്ള ഇടപാടുകൾ വഴിയായിട്ട് സമ്പന്നരാകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ സാമ്രാജ്യം തകർന്നടിയുമ്പോൾ ഇവരുടെ ആ ജീവിതം തന്നെയാണ് തകർന്നടിയുന്നത്. ഇനി തങ്ങളുടെ ആ ദുഃഖവും ആ ആകുലതയും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തലയിൽ പൊടി വിതറുന്നത്. അത് വിലാപത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ, ജോബിൻ്റെ പുസ്തകത്തിൽ, ജോബ് 2:12 അവിടെ തലയിൽ ആ പൊടി വിതറി തൻ്റെ ആ ദുഃഖം പ്രകടിപ്പിക്കുന്നത് കാണുന്നുണ്ട്. വിലാപം 2:12. അപ്പോൾ ഇവിടെയൊക്കെ ആ വിലാപത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് തലയിൽ ഒക്കെ പൊടി വിതറുന്നത്. അതുപോലെ തന്നെ ഈ തല മുണ്ടനം ചെയ്ത് ചാക്കൊടുക്കുന്നതിനെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 27-30 വാക്യത്തിൽ, അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു. അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു. നിന്നെപ്രതി അവർ ശിരസ്സ് മുണ്ടനം ചെയ്ത് ചാക്കൊടുക്കുന്നു. അപ്പോൾ ഈ മുണ്ടനം തല മുണ്ടനം ചെയ്യുന്നതും പൊടി വിതറുന്നതും ഒക്കെ ആ ദുഃഖത്തിൻ്റെ, തീവ്ര ദുഃഖത്തിൻ്റെ ഒക്കെ അടയാളം തന്നെയാണ്. ഇനി ഇവർ ഈ നഗരത്തെ, മഹാനഗരത്തെ നോക്കിക്കൊണ്ട് ഇവർ പറയുന്നത്, ഇവളിതാ ശൂന്യയാക്കപ്പെട്ടിരിക്കുന്നു. മരുഭൂമിയിൽ ഉള്ള ആ ഒരു സ്ത്രീയെ ഇവിടെ മരുഭൂമി പോലെ ആയിത്തീർന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിക്കുമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആകസ്മികത മാത്രമല്ല ഇത് പ്രകടിപ്പിക്കുന്നത്, ഇതിൻ്റെ ഭയാനകത കൂടിയാണ്. അപ്പോൾ ഇത്ര നാൾ ദീർഘകാലത്തെ പരിശ്രമം വഴിയായിട്ട്
ഒരുമിച്ച് കൂട്ടിയ സ്വരുക്കൂട്ടിയ ഈ സമ്പത്തും ആർഭാടവുമൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ അവരുടെ ആ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായിത്തീരുന്നു. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരാധന സമൂഹത്തിൻ്റെ മുന്നിൽ ആണ് ഈ ഒരു ചോദ്യം ഉയരുന്നത്. ഇത്ര ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുമെങ്കിൽ എന്താണ് ഇനി നിത്യകാലത്തേക്ക് നിലനിൽക്കുന്നത്? അപ്പോൾ ഭൗമിക ശക്തികളുടെ പിന്നാലെ പോകുന്നത് അവർക്ക് ശാശ്വതമായിട്ടുള്ള സന്തോഷവും സമാധാനവും നൽകുകയില്ല എന്നിവരെ ഓർമ്മപ്പെടുത്തുന്നു. ലവോദിക്കയിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെളിപാടിലെ സഭകളെക്കുറിച്ച് പറയുമ്പോൾ സ്മിർന പോലുള്ള സഭകൾ ഈ സാമ്രാജ്യത്തിൻ്റെ അധികാര ഹുങ്കിലൊക്കെ അവർ പീഡനങ്ങൾ സഹിക്കുന്നതും ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നതുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ലവോദിക്കയിലെ സഭയെക്കുറിച്ച് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. അപ്പോൾ അവിടെ ലവോദിക്കയിൽ നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ലവോദിക്കയിൽ വലിയ വലിയ വ്യവസായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്പിളി വ്യവസായം, പിന്നെ അതുപോലെ തന്നെ നയനലേപനങ്ങളുടെ നിർമ്മാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞൊരു വ്യാവസായിക ഒരു നഗരം തന്നെയായിരുന്നു ലവോദിക്ക. അപ്പോൾ അതിൻ്റെ അത് ഉണ്ടാക്കിയ ആ സമ്പത്തിൽ അവരൊക്കെ ആർമാദിക്കുമ്പോൾ, അവരൊക്കെ ഞങ്ങൾക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവരോട് ക്രിസ്തു പറയുന്നത് എന്താണ്? നീ അവശനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ക്രിസ്തു അവരോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സമ്പത്തെല്ലാം തകർന്നു പോയി എന്ന് പറയുമ്പോൾ ഗ്രന്ഥകാരൻ ഈ സാമ്രാജ്യത്തിലെ വ്യവസ്ഥകളോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ആ ക്രിസ്ത്യാനികളോട്, ആരാധന സമൂഹത്തോട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്? ദൈവത്തിലാണോ അതോ ഈ സാമ്രാജ്യത്തിലാണോ? അപ്പോൾ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇത് അസ്തമിക്കും എന്ന് അറിയുക. അപ്പോൾ ഇതുവരെയും നമ്മൾ കണ്ടത് ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാവേശ്യ പ്രതിനിധീകരിക്കുന്ന ആ തിന്മയുടെ ആ വ്യവസ്ഥിതി, ആ സംവിധാനങ്ങൾ, അതൊക്കെ തകർന്നടിയുന്നതാണ്. അപ്പോൾ തകർന്നടിയുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് അതിൻ്റെ ആർഭാടത്തിൽ സമ്പന്നതയിലൊക്കെ പങ്കുചേർന്നിരുന്ന കൂട്ടരൊക്കെ, രാജാക്കന്മാർ, വ്യാപാരികൾ, നാവികർ, അവരൊക്കെ ഈ സാമ്രാജ്യം കൊണ്ട് ജീവിച്ചവരും അതിൻ്റെ സമ്പന്നത പങ്കുചേർന്നവരുമാണ്. അപ്പോൾ അവരൊക്കെ വിലപിക്കുന്നു. കാരണം അവർക്ക് ഇനി ഈ സാമ്രാജ്യത്തിലായിരുന്നു കൊണ്ട്, സാമ്രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇനി സമ്പത്ത് ആർജിക്കുവാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഇനി ഇവൾ നശിച്ചു പോയെങ്കിൽ ഇവൾ വഴി തങ്ങൾ നേടിയ ആ സമ്പത്തും നശിച്ചു പോകും എന്നുള്ള ഭയം ഇവരെ ഗ്രസിക്കുന്നു. മാത്രമല്ല, ഇത്ര ശക്തിയായിട്ടുള്ള ഈ ഒരു നഗരം അത് തകർന്നു വീണെങ്കിൽ തങ്ങളുടെ അവസ്ഥ വിവരിക്കാനുണ്ട്. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയും അത് ഉളവാക്കുന്ന പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണുക. ഇനി തുടർന്ന് നമ്മൾ കാണുന്നത് ആരാധന സമൂഹത്തോട് നേരിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. 20-ാമത്തെ വാക്യം, 20 മുതലുള്ള വാക്യം, അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വിലാപത്തിൻ്റെ ദീർഘമായിട്ടുള്ള വിവരണത്തിന് ശേഷം ഇവിടെ ആഹ്ലാദിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ കാണുക. ഇത്രയും സമയം നമ്മൾ ആ സാമ്രാജ്യവും, തിന്മയുടെ സാമ്രാജ്യവും അതിനോട് ചേർന്ന് നിൽക്കുന്നവരെയും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ആ ക്യാമറ കണ്ണുകളൊക്കെ ഇനി വിശുദ്ധരിലേക്ക് തിരിയണം. ഇനി അവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രംഗങ്ങൾ മാറുന്നത്, ഒരു സിനിമയിൽ എന്ന പോലെ രംഗങ്ങൾ മാറുന്നത്, അത് വെളിപാടിലെ ശൈലിയുടെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ശൈലിയിൽ
പലപ്പോഴും വിപരീത പ്രമേയങ്ങളൊക്കെ ഇടകലർത്തി ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പീഡനങ്ങളും ആശ്വാസവും രക്ഷയും ശിക്ഷയും ഭീകരതയും മനോഹാരിതയും ഒക്കെ മാറി മാറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിലെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടിരുന്നു. ഉദാഹരണത്തിന് ആദ്യത്തെ സപ്തഗണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 6 മുദ്രകൾ തുറന്ന ശേഷം, ആദ്യ സപ്തഗണത്തിലെ 6 മുദ്രകൾ തുറന്ന ശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മളവിടെ കണ്ടത്. ഇപ്പോൾ ഭൗമികമായിട്ടുള്ള ആ തലത്തിൽ നിന്നും ശ്രദ്ധ മാറ്റിയിട്ട് സ്വർഗീയ തലത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്, ഈ 2 തലങ്ങളിലേക്കും മാറി മാറി നമ്മുടെ ശ്രദ്ധ തിരിയണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു വശത്ത്, ഇനി അതിനെക്കുറിച്ചുള്ള ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാട് അത് മുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആരാധന സമൂഹത്തെ തങ്ങളുടെ ഉള്ളിലേക്കും പിന്നെ പുറത്തേക്ക് സ്വർഗീയ തലത്തിലേക്കും നോക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ശൈലി വെളിപാടിൽ കാണുന്നു. അപ്പോൾ ഈ 18-ാമത്തെ അധ്യായത്തിലും ഈ ഒരു ശൈലി വീണ്ടും വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ശൈലി ഇവിടെ ആവർത്തിക്കുന്നതിൻ്റെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണ്? വെളിപാടിൻ്റെ സന്ദേശം പ്രധാനമായും പ്രഥമമായിട്ടും അത് ആരാധന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആരാധന സമൂഹം തങ്ങളുടെ ജീവിതത്തെ എപ്രകാരം ക്രമീകരിക്കണം, നവീകരിക്കണം എന്നതാണ് വെളിപാടിലെ മുഖ്യ പ്രമേയം. ഇവിടെ ഭീകരങ്ങളായിട്ടുള്ള രംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലോകാവസാനത്തിൻ്റേതെന്ന് തോന്നുന്ന പോലെയുള്ള രംഗങ്ങളുടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ഒക്കെ ശ്രദ്ധ തിരിയേണ്ടത് ലോകാവസാനത്തിലേക്കല്ല, യേശുവിലേക്കാണ്. അപ്പോൾ എൻ്റെ ആ ജീവിതത്തിൻ്റെ ആത്യന്തിക അർത്ഥത്തിലേക്കാണ് ശ്രദ്ധ തിരിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു രംഗം ഇവിടെ മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ആഹ്വാനം അത് നേരിട്ട് ആരാധന സമൂഹത്തിന് തന്നെയാണ്. അപ്പോൾ അവിടെ പറയുന്നത്, അവൾ കൊടുത്തതുപോലെ അവൾക്കും തിരികെ കൊടുക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പൂർത്തീകരണം നമ്മളിവിടെ കാണുന്നു. അപ്പോൾ ഇവൾക്ക് ലഭിക്കുന്ന ഈ ബാബിലോണിൽ ലഭിച്ചത് അത് അവൾ മറ്റുള്ളവർക്ക് ആരാധന സമൂഹത്തിന് കൊടുത്തത് പോലെ തന്നെയാണ്. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ നമ്മൾ കേട്ട നമ്മുടെ കാതുകൾ ഇപ്പോഴും മുഴങ്ങുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഇനി എത്ര നാൾ കാത്തിരിക്കണം ദൈവമേ അങ്ങയുടെ വിധി പ്രസ്താവത്തിനായിട്ട്? തങ്ങളെ ദ്രോഹിച്ചവരുടെ മേൽ അങ്ങ് എപ്പോഴാണ് വിധി പ്രസ്താവിക്കുന്നത്? 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ബലിപീഠത്തിന് കീഴിലുള്ളവർ ചോദിച്ച ചോദ്യം അതാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സാവധാനം ഇവിടെ നൽകപ്പെടുന്നത്. അപ്പോൾ ദൈവജനത്തെ അന്യായമായി വിധിച്ചവർക്കെതിരെ ദൈവം വിധി പ്രസ്താവം നടത്തുന്നതാണ് ഇവിടെ ഈ രംഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരോട് പറയുന്നത് എന്താണ്? അപ്പോൾ അവിടെ വിലാപമാണെങ്കിൽ ഇവരോട് പറയുന്നു, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ ആ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ദൈവം തിന്മയുടെ ശക്തികൾക്കെതിരെ ഇടപെടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ദൈവം അവർക്കെതിരെ വിധി പ്രസ്താവിക്കുമെന്നുള്ള ആ 5-ാം മുദ്രയിലുള്ള ആ വാഗ്ദാനം അത് ഇവിടെ നിറവേറാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് സഭകളോട് സന്തോഷിക്കുവാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നാവികരുടെ വ്യാപാരികളുടെ ഒക്കെ വിലാപത്തിന് നേർ വിപരീതമാണ് ദൈവജനത്തിൻ്റെ ഈ ആഹ്ലാദം. ഇപ്പോൾ ഇവിടെ ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്നത്, അത് സ്വർഗമേ ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്നത്, അത് ചിലരുടെ അഭിപ്രായത്തിൽ അത് സ്വർഗവാസികളെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. സ്വർഗമേ ആഹ്ലാദിക്കുവിൻ, അത് അവിടെ വസിക്കുന്നവരെ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഈ ആഹ്ലാദിക്കുവാനായിട്ട് സ്വർഗമേ അപ്പസ്തോലന്മാരെ. ഇപ്പോൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത് അത് 12 അപ്പസ്തോലന്മാർ തന്നെയായിരിക്കും. പിന്നെ അപ്പസ്തോലന്മാരെ കുറിച്ചൊക്കെ പിന്നീടും അത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധരെ അത് ആ ദൈവജനം തന്നെയാണ്. പ്രവാചകന്മാർ നമ്മൾ വെളിപാട് 11-ാം അധ്യായത്തിൽ 2 പ്രവാചകരെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ
ആ ദൈവജനത്തെ സൂചിപ്പിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആഹ്ലാദിക്കുവാൻ പറയുന്നത് സ്വർഗവാസികളും ഭൂവാസികളും എല്ലാവരും ചേർന്ന് ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അപ്പോൾ ലോകത്തിലായിരിക്കുന്ന സഭാ സമൂഹത്തോടും പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ശ്രോതാക്കളോടും കൂടിയാണ് ഈ ഒരു ആഹ്വാനം. അപ്പോൾ ദൈവം ആത്യന്തികമായിട്ട് ഇത് ഇടപെട്ടിരിക്കുന്നു. ഇനി ഈ തിന്മയുടെ ശക്തികൾ അധികാലം നിലനിൽക്കുകയില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ തിന്മയുടെ ശക്തികൾ താഴേക്ക് പതിക്കുന്നത്, അത് തോൽപ്പിക്കപ്പെടുന്നത് നമ്മൾ വെളിപാടിലെ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 12-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ മിഖായേലും ദൂതന്മാരും സാത്താനോടും അതിൻ്റെ ദൂതന്മാരോട് യുദ്ധം ചെയ്യുന്നതും സാത്താൻ പരാജയപ്പെട്ട് താഴേക്ക് പതിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആ പരാജയം, തിന്മയുടെ ശക്തികളുടെ പരാജയം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ സാത്താൻ താഴേക്ക് പതിക്കുമ്പോൾ അവിടെ സ്വർഗം ആഹ്ലാദിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ആ ഒരു ആഹ്ലാദം, തിന്മയുടെ ശക്തികൾ താഴേക്ക് പതിക്കുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന ആഹ്ലാദം, അത് ഇവിടെ വീണ്ടും തുടരുകയാണ്. അപ്പോൾ ആകാശവും ഭൂമിയും ഭൂമിയിലുള്ളവരുമൊക്കെ സന്തോഷിക്കുന്നതിനെക്കുറിച്ച് അത് പറയുമ്പോൾ അത് ഈ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറയുന്ന അതേ ഭാഷ തന്നെയാണ് ഇവിടെയും കാണുന്നത്. 51-ാമത്തെ അധ്യായം, ജെറമിയ 51-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഈ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് പറയുന്നു, ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു, അവളുടെ ദേശം ലജ്ജിക്കും, അവളുടെ നിഹിതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിൻ്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്ക് നിന്ന് സംഹാരകൻ വന്നു ചേരും, കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറയുന്ന അതേ ആ ഒരു ആശയം തന്നെയാണ് ഇവിടെ വെളിപാടിലും ആവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം തിന്മയുടെ ശക്തികൾക്കെതിരെ ശക്തമായിട്ട് ഇടപെടാനായിട്ട് തുടങ്ങുമ്പോൾ സ്വർഗവാസിലും ഭൂവാസിലും ഒന്നു ചേർന്ന് ആഹ്ലാദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തിന്മയെ ഉന്മൂലനം ചെയ്യുമെന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇവിടെ പടിപടിയായിട്ട് ഇവിടെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്നത് നമ്മൾ കാണുന്നു. ഇനി ഇതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ തിന്മയുടെ മറ്റ് പ്രതീകങ്ങൾ, മൃഗങ്ങളും അതുപോലെ തന്നെ സാത്താനുമൊക്കെ പിടിക്കപ്പെടുന്നതും അതൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടുന്നതും അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ ആഹ്ലാദിക്കുവനെന്ന് പറയുന്നത് എന്തിനെ പ്രതിയാണ്? അപ്പോൾ ഇതെല്ലാം തകരുന്നത് കണ്ടിട്ട് ആഹ്ലാദിക്കുവനെന്ന് പറയുന്നത് ഈ ശക്തികൾക്കെതിരെ ദൈവം ഇടപെട്ടു, ശക്തികൾ തകർന്നു വീഴുന്നു, അതുകൊണ്ടാണോ? യഥാർത്ഥത്തിൽ ആഹ്ലാദിക്കുൻ എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് നീതി നടപ്പാക്കുന്നു എന്നതിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്താണ് ആ ശരി എന്നിവിടെ തെളിയിക്കപ്പെടുന്നു. ദൈവം നീതി നടപ്പിലാക്കുമ്പോൾ ദൈവജനത്തിൻ്റെ ഭാഗമാണ് ശരി എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പോൾ ആഹ്ലാദം യഥാർത്ഥത്തിൽ ആ ശത്രുക്കളുടെ തകർച്ചയെല്ലാം നോക്കിയിട്ടൊന്നുമല്ല, അവർ ദൈവത്തെ നോക്കിയിട്ടാണ് ആഹ്ലാദിക്കുന്നത്. തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ദൈവം, ആ ദൈവത്തിനാണ് ആത്യന്തിക വിജയം. അപ്പോൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഹ്ലാദിക്കുവാനായിട്ട് അവകാശവുമുണ്ട്. ഇനി ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി നടത്തി കഴിഞ്ഞു എന്ന് പറയുന്നത് ബാബിലോൺ നിങ്ങളുടെ മേൽ നടപ്പാക്കിയ വിധി അവൾക്ക് തന്നെ നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാമ്രാജ്യം ഈ ജനതകളെ, ദൈവജനത്തെ ഒക്കെ പീഡിപ്പിച്ചെങ്കിൽ ഇവരൊക്കെ മറ്റുള്ളവർക്ക് നൽകിയ ആ പീഡനങ്ങൾ അതൊക്കെ അവർക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസി ഗണത്തെ വിധിച്ച ബാബിലോൺ ദൈവത്തിൽ നിന്നുള്ള വിധി നേരിടുന്നത് ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ ദൈവം തൻ്റെ വിധി നടപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ നടപ്പാക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് ദൈവജനത്തോട് ആഹ്ലാദിക്കുവാനായിട്ട് പറയുന്നു.
ആ ആഹ്ലാദത്തിൻ്റെ അടിസ്ഥാന കാരണം തങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ആ ദൈവം വിശ്വസ്തനാണ്. തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദാനം അവിടുന്ന് നിശ്ചയമായും നിറവേറ്റും. ആ ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങളുടെ സാമ്രാജ്യ ശക്തികളെയല്ല ആശ്രയിക്കേണ്ടത് എന്നാണ് വെളിപാട് നമുക്ക് തരുന്ന സന്ദേശം. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളോടുകൂടെ.